So in this video, I'll be discussing about the solution of differential equation using Laplace transform. That is how to find the solution of a different given differential equation with the conditions using Laplace transform. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് നമ്മുടെ എയിം. സൊല്യൂഷൻ ഓർ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഒരു ഇക്വേഷൻ എക്സിലും വൈയിലും ആയിരിക്കും. ഓക്കെ, സോ ഈ റെസ്പോൺസ് എന്നുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് വൈ ഓഫ് ടി എന്താണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതിനെയാണ്. സോ വൈ ഓഫ് ടി എന്ത് എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് നമുക്ക് വേണ്ടത്. അതിനാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ എക്സ് ആൻഡ് വൈ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വൈ ഓഫ് ടി. ഇപ്പോൾ ഈ വൈ ഓഫ് ടി എങ്ങനെ കണ്ടുപിടിക്കും? അതിൽ തന്നെ ഈ സൊല്യൂഷൻ തന്നെ പലപ്പോഴും രണ്ട് പാർട്സ് ഒക്കെ, ഒന്നെങ്കിൽ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയാം, റെസ്പോൺസ് ഓർ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് സിംഗിൾ ഡയറക്റ്റ് രീതിയിൽ പറയാം. ചിലപ്പോൾ ചില കേസുകളിൽ സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു, അതായത് ടു ഫൈൻഡ് ഔട്ട് ദ നാച്ചുറൽ റെസ്പോൺസ് ആൻഡ് ഫോഴ്സ്ഡ് റെസ്പോൺസ്. അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളും കൂടിയും ചിലപ്പോൾ ഇതിലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ സെയിം തന്നെ, ചിലപ്പോൾ ഇത് രണ്ട് പാർട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതിനെ രണ്ടെണ്ണമായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻസ്, അതിലത്തെ ഇനീഷ്യൽ കണ്ടീഷൻസ് കാരണം ഉണ്ടാവുന്നത് നമുക്ക് പറയാം വൈ ഓഫ് സീറോ, വൈ ഡാഷ് സീറോ, വൈ ഡബിൾ ഡാഷ് സീറോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ആ ഇനീഷ്യൽ കണ്ടീഷൻസ് വെച്ചിട്ട് കിട്ടുന്ന ആ ഒരു പോർഷൻ, സൊല്യൂഷൻ്റെ ആ ഒരു പോർഷനാണ് നമ്മൾ നാച്ചുറൽ റെസ്പോൺസ് അല്ലെങ്കിൽ സീറോ ഇൻപുട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത്. അതേപോലെ ഇനീഷ്യൽ കണ്ടീഷൻ ഇല്ലാത്ത, സീറോ ഇനീഷ്യൽ കണ്ടീഷൻസ് ആയിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻ അല്ലാത്തൊരു പോർഷൻ ഉണ്ടാവുമല്ലോ നമ്മുടെ ഇൻപുട്ടിൻ്റെ, ആ പോർഷൻ വെച്ചിട്ട് കിട്ടുന്നതിനെ പറയുന്നതാണ് ഫോഴ്സ്ഡ് റെസ്പോൺസ് അല്ലെങ്കിൽ സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് നമ്മുടെ ടോട്ടൽ റെസ്പോൺസ് കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു സീറോ ഇൻപുട്ട് റെസ്പോൺസും ഉണ്ട്, സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് ഉണ്ട്. സോ സീറോ ഇൻപുട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത് വിത്ത് നമ്മളുടെ ഇനീഷ്യൽ കണ്ടീഷൻസ് മാത്രം, ഇൻപുട്ട് ഇല്ലാത്ത പോർഷൻ. മറ്റേ കേസിലാകുമ്പോൾ സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് വരുമ്പോൾ സീറോ ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ്. അതായത് ഇപ്പോൾ ചില ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമുക്ക് അവർ ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവും. ഈ ഇനീഷ്യൽ കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ്: വൈ ഓഫ് സീറോ, വൈ ഡോട്ട് ഓഫ് സീറോ, വൈ ഡബിൾ ഡോട്ട് ഓഫ് സീറോ. ഇതിനെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വൈ ഡോട്ട് എന്നുള്ളതിന് ഡി വൈ ഓഫ് സീറോ ബൈ ഡി ടി എന്നായിരിക്കാൻ തന്നിട്ടുണ്ടാവുക. ഡെറിവേറ്റീവ് എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. വൈ ഡബിൾ ഡാഷിനൊപ്പം എന്തായിരിക്കും ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് വൈ ഓഫ് സീറോ എന്നുള്ള രീതിയിലായിരിക്കും മീൻ ചെയ്യുന്നത് തന്നെ. വൈ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്, വൈ ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ്. എന്തായാലും ഈ കാര്യങ്ങളാണ് നമ്മളുടെ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷൻസ്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇനീഷ്യൽ കണ്ടീഷൻസ് ഉണ്ടാവില്ല, തന്നിട്ടുണ്ടാവില്ല. സോ ഇനീഷ്യൽ കണ്ടീഷൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പിന്നെ അവിടെ നാച്ചുറൽ റെസ്പോൺസ് സെപ്പറേറ്റ് നമ്മൾ കാണേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു കേസിൽ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റെസ്പോൺസ് ആണ്? ഫോഴ്സ്ഡ് റെസ്പോൺസ് ആണ്. ആ ഒരു റെസ്പോൺസ് മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, ഈ കേസിൽ നമ്മളുടെ നാച്ചുറൽ റെസ്പോൺസ് ഇല്ല. നാച്ചുറൽ റെസ്പോൺസ് എന്താണ്? ഈക്വൽ ടു സീറോ ആണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്ത് വെച്ച് പോവാം എന്ന് മാത്രം. ഓക്കെ, ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമുക്കിത് വെറും റെസ്പോൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ചെയ്യുന്നത് ഒറ്റയടിക്ക് സിംപ്ലിഫൈ ചെയ്ത് പോവാം. സെപ്പറേറ്റ് ആയിട്ട് നാച്ചുറലും ഫോഴ്സും കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ടി വരും. അതായത് നമ്മൾ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അതായത് ഈ സംഭവങ്ങളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇവിടെ നമുക്ക് ആവശ്യം വരിക ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ലാപ്ലേസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലാപ്ലേസ് ഡൊമൈനിലേക്ക് മാറ്റണം, അതായത് എസ് ഡൊമൈനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ട്രാൻസ്ഫോർമേഷൻസ് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ ഒന്നുകൂടി ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത് മാത്രം. തേർഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ എസ് ക്യൂബ് വൈ ഓഫ് എസ്, അതാണ് നമ്മളുടെ ഏതാണ് വൈ ഓഫ് എസ് എന്ന് പറയുന്ന ഒരു ഇതിനവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എസ് ക്യൂബ് വൈ ഓഫ് എസ് വരും, പിന്നെ മൈനസ് ഇനീഷ്യൽ കണ്ടീഷൻസിൻ്റെ ടേമുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് എസിൻ്റെ പവർ കുറഞ്ഞു പോകും, എസിൻ്റെ പവർ 0 എത്തുന്ന വരെ കുറഞ്ഞു പോകും. മറ്റേത് ഇനീഷ്യൽ കണ്ടീഷൻ ഇൻ വൈ ആണ് വരുന്നത്, അത് താഴ്ന്ന് മേലേക്ക് ഡെറിവേറ്റീവ് ആയിട്ട് പോകും. അപ്പോൾ എസ് ക്യൂബാണ് നിൽക്കുന്നത്. അപ്പോൾ അടുത്ത് എന്ത് വരും? മൈനസ് എസ്. എന്നെ എല്ലാം മൈനസ് ആണ്. സോ വെറുതെ നമുക്കൊന്ന് വേണമെങ്കിൽ ആലോചിച്ചു, എസ് ക്യൂബ് കഴിഞ്ഞാൽ ഒരു മൈനസ് എസ് സ്ക്വയറിൻ്റെ ഉണ്ട്, എസിൻ്റെ ഉണ്ട്, പിന്നെ ഒരു 1, അതായത് S/0. അപ്പോൾ ബാക്കി ഇനി 3 ടേം കൂടി വരാണ്ട്. ഇനി ഇതിൽ പോകുന്നത് എന്താ? വൈ ഓഫ് സീറോ, അടുത്ത് വരുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി വൈ ഓഫ് സീറോ ബൈ ഡി ടി, അടുത്ത് വരുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ഓഫ് സീറോ ബൈ ഡി ടി സ്ക്വയർ അവിടെ ഇടാണ്ട് ഡി ടി സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ ലാപ്ലേസ്. ഈ നമുക്ക് നമ്മളുടെ ഇക്വേഷനിൽ ഡി ക്യൂബ് ബൈ ഡി ടി ക്യൂബ് വൈ ഓഫ് ടി എന്നുണ്ടെങ്കിൽ അതിന് പകരം നമ്മൾ എസ് ഡൊമൈനിലേക്ക് മാറ്റുമ്പോൾ ഇത്
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്രൊവൈഡഡ് ഇനീഷ്യൽ കണ്ടീഷൻസ് ആർ ഗിവൻ. ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടില്ലെങ്കിൽ എന്തിൻ്റെ ആവശ്യമില്ല, ഈ ഒരു പോർഷൻ്റെ ആവശ്യമേ വരുന്നില്ല. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് മാത്രം എഴുതിയാൽ മതി, ഇത്ര മാത്രം എഴുതിയാൽ മതി. അതായത് എസ് ക്യൂബ് വൈ ഓഫ് എസ് എന്ന് വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി. ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടെങ്കിലേ ബാക്കി എഴുതുന്നുള്ളൂ. മൈനസ് എസ് സ്ക്വയർ വൈ ഓഫ് സീറോ മൈനസ് എസ് വൈ ഓഫ് സീറോ ബൈ ഡി ടി മൈനസ് ഡി സ്ക്വയർ വൈ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് വൈ ഓഫ് സീറോ. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയും എഴുതാം, എസ് ക്യൂബ് വൈ ഓഫ് എസ് മൈനസ് എസ് സ്ക്വയർ വൈ സീറോ മൈനസ് എസ് വൈ ഡോട്ട് സീറോ മൈനസ് വൈ ഡബിൾ ഡോട്ട് സീറോ. ഡെറിവേറ്റീവിനെ അങ്ങനെ എഴുതിയെന്ന് മാത്രം. ഇനി രണ്ടാമത്തെ കേസ് സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ കേസ്, ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ വൈ ഓഫ് ടി ആണെങ്കിൽ എസ് സ്ക്വയർ വൈ ഓഫ് എസ്. അപ്പോൾ എസ് ഇങ്ങനെ താഴ്ത്തിക്കോണം, എസ്സും വരും ഒരു വണ്ണും വരും, അപ്പോൾ രണ്ടെണ്ണം വൈ ഓഫ് സീറോയും ഡി വൈ ഓഫ് സീറോ ബൈ ഡി ടി. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് മാത്രം എഴുതിയാൽ മതി, ഇത് മാത്രം എഴുതിയാൽ മതി, എസ് സ്ക്വയർ വൈ ഓഫ് എസ് മാത്രം എഴുതിയാൽ മതി. അതിനെങ്ങനെയും കൂടി എഴുതിയെന്ന് മാത്രം. ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവിനാണെങ്കിലോ നമുക്കറിയാം എസ് വൈ ഓഫ് എസ്, എസ് കഴിഞ്ഞു, ഇനി ഒരെണ്ണം കൂടി ഉള്ളൂ വൈ ഓഫ് സീറോ. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ ഇല്ലെങ്കിൽ എന്ത് മാത്രം എഴുതിയാൽ മതി, എസ് വൈ ഓഫ് എസ് എന്നുള്ള രീതിയിൽ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിൽ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയിട്ട് ഇൻവേഴ്സ് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ എടുക്കുമ്പോൾ നമ്മളുടെ മുന്നത്തെ യൂണിലാറ്ററൽ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി എല്ലാം. അപ്പോൾ യു ഓഫ് ടി എന്നുള്ള രീതി, ഇപ്പോൾ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെറുതെ 1/s പ്ലസ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 80 ആ ഒരു കേസിലേക്കായിരിക്കും അധികവും എത്തുക. അപ്പോൾ നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ പല തരത്തിൽ നമ്മളോട് ചോദിക്കാം. അപ്പോൾ പല തരത്തിലുള്ള ക്വസ്റ്റ്യനും ഈ സെയിം ആൻസറാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ വരിക. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഈ ആദ്യത്തെ പ്രോബ്ലം നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ ഒന്നും ഇല്ലാത്ത കേസാണ് ചെയ്യുന്നത്. സോ സിമ്പിൾ പ്രോബ്ലം ആണ്, സീറോ ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ്. അപ്പോൾ സീറോ ഇനീഷ്യൽ കണ്ടീഷൻസ് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, ഏത് റെസ്പോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫോഴ്സ്ഡ് റെസ്പോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റേ വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻസിൻ്റെ നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് സാധനം അവിടെ ഉണ്ടാവില്ല. എന്തായാലും ക്വസ്റ്റ്യൻസ് നോക്കിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, solve d square y of t by dt square plus 3 dy of t by dt plus 2 y of t equal to x of t. Assume 0 initial conditions and x of t equal to del of t. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള സോൾവ് ചെയ്യാനാണ്. അപ്പോൾ y of t കാണുക എന്നുള്ള മീനിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ ഈ സോൾവ് എന്നുള്ളതിന് പകരം വേറെയും ചോദിക്കാം, അത് ഞാനിവിടെ എഴുതിയിട്ടില്ല. അതായത് ഫൈൻഡ് ദ ടോട്ടൽ റെസ്പോൺസ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെ മീനിങ്, y of t കാണുക എന്നുള്ള അർത്ഥം. ഇവിടെ തന്നിട്ടുള്ളത് assume 0 initial conditions. അപ്പോൾ y of 0 y dash of 0 അതൊന്നും ഇല്ല എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ആൻഡ് എക്സ് ഓഫ് ടി ഈക്വൾ ടു ഡെൽ ഓഫ് ടി, ഇൻപുട്ട് തന്നിട്ടുണ്ട്, എക്സ് ഓഫ് ടി ഈക്വൾ ടു ഡെൽ ഓഫ് ടി ആണ്, ഇമ്പൾസ് ആണെന്നുള്ളത്. അല്ലെങ്കിൽ വേറെ തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഫൈൻഡ് ദ നാച്ചുറൽ ആൻഡ് ഫോഴ്സ് റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം ഡിസ്ക്രൈബ് ബൈ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സെയിം ഇക്വേഷൻ, അസ്യൂം 0 ഇനീഷ്യൽ കണ്ടീഷൻസ് ആൻഡ് എക്സ് ഓഫ് ടി ഈക്വൾ ടു ഡെൽ ഓഫ് ടി. നാച്ചുറലും ഫോഴ്സ്ഡും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറഞ്ഞേക്കാണ്. പക്ഷേ ഇവിടെ നാച്ചുറൽ എന്ന് പറഞ്ഞ് വരില്ല, കാരണം എന്താ, 0 ഇനീഷ്യൽ കണ്ടീഷൻസ് അവർ തന്നിട്ടുണ്ട്. ഫോഴ്സ് റെസ്പോൺസ് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്തായാലും ഫോഴ്സ് റെസ്പോൺസ് ആയിരിക്കും. പിന്നെ വേറെ തരത്തിൽ ചോദിക്കാം, കാരണം ഇവിടെ ഈ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ഓഫ് ടി ഇൻപുട്ടാണ്. അപ്പോൾ ഇത് കൊടുത്തിട്ട് കിട്ടുന്ന ഇൻപുട്ട്, ഇമ്പൾസ് കൊടുത്തിട്ടുള്ള കിട്ടുന്ന ഇൻപുട്ട് കൊടുത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ പറയാം ഇമ്പൾസ് റെസ്പോൺസ് ആണ്. അപ്പോൾ അങ്ങനെ ചോദിക്കാം, ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം ഡിസ്ക്രൈബ് ബൈ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അസ്യൂം 0 ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പോൾ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സെയിം ആൻസർ ആണ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. സംഭവം ഈ ഒരു കേസിൽ ഇനീഷ്യൽ കണ്ടീഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താണത്, സംഭവം വളരെ സിമ്പിളായിട്ട് വരും അല്ലേ. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ ഇക്വേഷൻ എഴുതിയിട്ട് തുടങ്ങാം. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ എന്താ, അപ്ലൈ അല്ലെങ്കിൽ ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അത് എഴുതിക്കോളാം സ്റ്റെപ്പ്, ടേക്കിംഗ് Laplace transform on both sides. ഓക്കെ, ഇവിടെ നമുക്ക് ആ ഇനീഷ്യൽ കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് കൂട്ടേണ്ട ആവശ്യം ഇല്ല, നിർബന്ധമില്ല. ഇനിയിപ്പോൾ എഴുതണമെങ്കിൽ എഴുതാമെന്ന് മാത്രം ആ ഇക്വേഷൻ്റെ ഇത് പ്രകാരം. പക്ഷെ ഇവിടെ ഞാൻ തൽക്കാലം എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക, എസ് സ്ക്വയർ വരും, എസ് സ്ക്വയർ വൈ ഓഫ് എസ് പ്ലസ് 3 വൈ ഓഫ് ടി ഡി വൈ ഓഫ് ടി ബൈ ഡി ടിനെ എന്ത് വരും, എസ് വൈ ഓഫ് എസ് പ്ലസ് 2 ഇൻറ്റു വൈ ഓഫ് ടിയുടെ എന്ത് വരും, വൈ ഓഫ് എസ് ഈക്വൽ ടു അപ്പുറത്തെ എക്സ് ഓഫ് ടി ഉണ്ട്, എക്സ് ഓഫ് ടി എന്തായി മാറും, എക്സ് ഓഫ് എസ് ആയി മാറും. ഓക്കെ, ഇവിടെ ഈ നമുക്ക് ഈ എക്സ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ വരാൻ പാടില്ല, വൈ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എക്സിനെ അവിടെ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യനിലൊരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു, എന്താ എക്സ് ഓഫ് ടി ഈക്വൽ ടു ഡെൽ ഓഫ് ടി ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എക്സ് ഓഫ് എസ് നമുക്കറിയാം എന്താ ഇമ്പൾസിൻ്റെ എന്താ
ലാപ്ലേസ് ട്രാൻസ്ഫോം 1 ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എക്സ് ഓഫ് എസ് നമുക്ക് എന്ത് കൊടുക്കാം, 1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കാം ദിസ് തിങ് ഈസ് ഈക്വൽ ടു 1 അല്ലേ. ഇവിടുന്ന് നമുക്ക് എന്തിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം, വൈ ഓഫ് എസിനെ പുറത്തേക്ക് എടുക്കാം. ബാക്കി അവിടെ നിൽക്കുന്നത് എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 അല്ലേ ഈക്വൽ ടു 1, അല്ലെങ്കിൽ വൈ ഓഫ് എസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, വൈ ഓഫ് എസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 അല്ലേ. ഇതിനെ നമ്മൾ നമുക്ക് ഇൻവേഴ്സ് ആണ് എടുക്കേണ്ടത്, ഇനി വൈ ഓഫ് ടി ആണ് കിട്ടേണ്ടത്. അപ്പോൾ അതിന് മുന്നേ ഇതിനെ നമ്മൾ ഏത് ഫോമിലേക്ക് മാറ്റണം, പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് എഴുതേണ്ടി വരും. ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ ആദ്യം ഇതിൻ്റെ റൂട്ട്സ് എന്താണെന്നുള്ളത് നോക്കണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2ഉം കൂട്ടി കഴിഞ്ഞാൽ 3ഉം കിട്ടണം. അപ്പോൾ എന്താ 1ഉം 2ഉം എന്ത് വരും, എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 എന്നുള്ള രീതിയിൽ വരും. സോ ദിസ് തിങ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, എ ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി ബൈ എസ് പ്ലസ് 2 എന്ന് വരും. ഇതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, എയും ബിയും കണ്ടുപിടിക്കണം. സാധാരണത്തെ പോലെ എ കാണാൻ വേണ്ടിയിട്ട് എയുടെ അടിയിൽ അടച്ചു പിടിക്കുക, ഇത് അടച്ചു പിടിച്ചു എസിന് -1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, 1 ബൈ -1 പ്ലസ് 2 വരും ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. ബി കാണാൻ വേണ്ടിയിട്ട് എസ് പ്ലസ് 2 അടച്ചു പിടിക്കുക, എസിന് -2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 ബൈ -2 പ്ലസ് 1 വരും ഈക്വൽ ടു -1 വരും. സോ ഇത് ഈക്വൽ ടു എന്ത് വരും, 1 ബൈ എസ് പ്ലസ് 1 മൈനസ് 1 ബൈ എസ് പ്ലസ് 2 എന്ന് കിട്ടും. ഓക്കെ, 1 ബൈ എസ് പ്ലസ് 1 മൈനസ് 1 ബൈ എസ് പ്ലസ് 2 ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് വേണം, ഇൻവേഴ്സ് എടുക്കാം. ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വൈ ഓഫ് ടി കിട്ടും. 1 ബൈ എസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എ ടി ആണെന്ന് നമുക്കറിയാം. 1 ബൈ എസ് പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ഇ റേസ് ടു മൈനസ് ടി മൈനസ് ഇ റേസ് ടു മൈനസ് 2t ഇത്ര എഴുതിയാൽ മതി. ഇനി വേണമെങ്കിൽ യൂണിലാറ്ററൽ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇൻറ്റു യു ഓഫ് ടി എന്ന് എഴുതണമെങ്കിൽ എഴുതാം. ഇതാണ് നമ്മളുടെ വൈ ഓഫ് ടി. ഈ ഒരു കേസിൽ നമ്മളോട് നാച്ചുറൽ ഫോഴ്സൊക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ പറയുക, നാച്ചുറലും ഫോഴ്സും രണ്ടെണ്ണമായിട്ടൊന്നുമില്ല, ഫോഴ്സ് റെസ്പോൺസ് മാത്രമല്ല, കാരണം 0 ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ്. പിന്നെ ഒരു ലാസ്റ്റ് കേസിൽ ഇമ്പൾസ് റെസ്പോൺസ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന സമയത്ത് ഈ വൈ ഓഫ് എസ് എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എച്ച് ഓഫ് എസ് എന്ന് എഴുതും. കാരണം ഇവിടുന്ന് തന്നെ നമുക്ക് ഇങ്ങനെ വരും, ഇതിൽ മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഞാൻ 1 കൊടുക്കാൻ്റെ ഇത് ചെയ്യുകയാണെങ്കിൽ ഈ 1ന് പകരം ഇവിടെ ഞാൻ എന്ത് തന്നെ എഴുതുക, എക്സ് ഓഫ് എസ് എന്ന് എഴുതി കഴിഞ്ഞാൽ എനിക്കിവിടെ വൈ ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ് ഈക്വൽ ടു ആണ് ഈ സാധനം വരിക, വൈ ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ്. ഇവിടുത്തെ കേസിൽ ഇപ്പോൾ എക്സ് ഓഫ് എസ് വന്നാണ്ടല്ലേ, അപ്പോൾ ശരിക്കും വൈ ഓഫ് എസ് ബൈ എന്താ എക്സ് ഓഫ് എസ് ഈക്വൽ ടു ആണ് ഇത് വരിക. വൈ ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എച്ച് ഓഫ് എസ് ആണെന്നുള്ളത്. അപ്പോൾ ആ എച്ച് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് എച്ച് ഓഫ് ടി ആണ്. അപ്പോൾ വേണമെങ്കിൽ ആ എച്ചിൽ എഴുതി പോകണമെങ്കിൽ എഴുതി പോവാം, ഇമ്പൾസ് റെസ്പോൺസ് ആണ് കാണാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതും ഒരു പോസിബിലിറ്റി ആണ്. അപ്പോൾ സംഭവം വളരെ സിമ്പിളാണ്, നമുക്ക് പ്രത്യേകിച്ച് ഇനീഷ്യൽ കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു പോയി. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് ഉള്ള വേറൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, so the question is solve d square, same question തന്നെയാണ്, തൊട്ട് മുന്നത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. for y of 0 minus equal to dy of 0 minus by dt equal to 1 and x of t equal to del of t. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ തന്നെ ഇനി ഇവിടെ നോക്കുക, y of 0 minus dy of 0 minus by dt എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 0 എന്ന് എഴുതുള്ളൂ, ചിലപ്പോൾ 0 മൈനസ് എഴുതുള്ളൂ, രണ്ടും മീനിങ് ഒന്ന് തന്നെയാണ്. ഇനീഷ്യൽ കണ്ടീഷൻ എന്നുള്ള അർത്ഥം y of 0 മൈനസ് എന്ന് പറഞ്ഞെങ്കിൽ അത് അതേപോലെ എഴുതുമ്പോൾ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലാപ്ലേസ് ഇക്വേഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ വേണം എഴുതാൻ, അത്രയാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഞാൻ വീണ്ടും എടുത്ത് എഴുതുന്നില്ല, അതിൻ്റെ ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. ബാക്കിയെല്ലാം നേരത്തെ ക്വസ്റ്റ്യനുകൾ ബാക്കി ഉണ്ടായിരുന്ന 3 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിച്ചു, നാച്ചുറൽ ഇതൊക്കെ കാണാൻ സെപ്പറേറ്റ് കാണാൻ പറഞ്ഞിട്ട് വിചാരിക്കും. അപ്പോൾ ഡി സ്ക്വയർ വൈ ഓഫ് ടി ബൈ ഡി ടി സ്ക്വയറിനെ എനിക്കറിയാം എന്ത് വരും, ആദ്യം ഒരു എസ് സ്ക്വയർ വൈ ഓഫ് എസ് ഉണ്ട് മൈനസ് എസ് y0 ഉണ്ട്. ഇതൊക്കെ സ്മോളിലാണ് കേട്ടോ, വൈ ഇനിയുള്ള വൈ ഒക്കെ, ഈ വൈ ഓഫ് എസ് മാത്രമേ ക്യാപിറ്റൽ, ബാക്കിയൊക്കെ ഇനീഷ്യൽ സാധനങ്ങളാണ്, സ്മോൾ ലെറ്റർ തന്നെയാണ്. മൈനസ് ഡി വൈ ഓഫ് 0 മൈനസ് ബൈ ഡി ടി. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഈ ഒരു പോർഷൻ്റെ വരുന്നത്. അത് ഇങ്ങനെ എഴുതിയാൽ മതി, ഇനിയിപ്പോൾ ബ്രാക്കറ്റിൽ ഇടണമെങ്കിൽ അങ്ങനെ ഇടണമെങ്കിൽ എഴുതാം, എന്തായാലും അവസാനം നമ്മളത് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതാണ് വരുന്നത്. ഇതേപോലെ അടുത്ത ടേമിൽ
പ്ലസ് ഒരു 3 ഉണ്ട് 3 ഇൻറ്റു ഇവിടെ ബാക്കിയുള്ളത് ബ്രാക്കറ്റിൽ എഴുതാം. ബാക്കിയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy ഓഫ് ടി ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ എന്ത് വരും എസ് ഇൻറ്റു വൈ ഓഫ് എസ് മൈനസ് എന്താ ഇനീഷ്യൽ കണ്ടീഷൻ കൂടി ഉണ്ടാവും വൈ ഓഫ് 0 മൈനസ് അതോടെ കഴിഞ്ഞു. പ്ലസ് 2 ഇൻറ്റു വൈ ഓഫ് ടീന് എന്തായി മാറും വൈ ഓഫ് എസ് ആയി മാറും. ഈക്വൽ ടു ഇതെന്തായി മാറും എക്സ് ഓഫ് എസ് ആയിട്ട് മാറും. നമുക്കറിയാം എക്സ് ഓഫ് എസിൻ്റെ വാല്യൂ എന്താണ് 1 ആണ് എന്നുള്ളത്. സോ ഈക്വൽ ടു 1 എന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും അവിടെ എഴുതിയിട്ടില്ല മാത്രം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വൈ ഓഫ് എസിൻ്റെ ടേമുകളെ മാത്രം ഒരു ഭാഗത്ത് നിർത്തുക, ബാക്കി ഇനീഷ്യൽ കണ്ടീഷൻസിനുള്ളതിനെ വേറെ ആക്കിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. രണ്ടും രണ്ടാക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഞാനിവിടെ വൈ ഓഫ് എസിൻ്റെ ടേമുകളൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി നോക്കുക. വൈ ഓഫ് എസ് ഇൻറ്റു എന്തൊക്കെ വരുന്നുണ്ട് ഇവിടുത്തെ ഇതൊരു ടേമാണ്. അപ്പോൾ അല്ലേ എസ് സ്ക്വയർ വരും. പിന്നെ വൈ ഓഫ് എസ് വരുന്നത് ഇവിടെ വരുന്നത് ഇൻറ്റു 3 ഉണ്ട്. ഒരു 3 എസ് വരും. പിന്നെ എവിടെയാണ് വരുന്നത് ഇവിടെ വരുന്നത്. അപ്പോൾ പ്ലസ് 2. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വരുന്നത്. ബാക്കിയുള്ളത് ഇനീഷ്യൽ കണ്ടീഷൻസിൻ്റെ സംഭവങ്ങളാണ്. സോ ഇനീഷ്യൽ കണ്ടീഷൻസിൻ്റെ സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണുള്ളത് എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് ഓക്കെ. ഇനീഷ്യൽ കണ്ടീഷൻസ് ഒന്നത് മൈനസ് എസ് വൈ 0 മൈനസ് ഡി എസ് വൈ 0 മൈനസ് അത് വേണമെങ്കിൽ ഡി വൈ 0 മൈനസ് ബൈ ഡി ടി മൈനസ് 3y0 മൈനസ്. ഇത്രയാണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻസ് വരുന്നത്. ഈക്വൽ ടു 1 എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇനീഷ്യൽ കണ്ടീഷൻസിൻ്റെ വാല്യൂ കൊടുക്കാം. അപ്പോൾ ഈ പോർഷൻ അതേപോലെ തന്നെ ഇത് നമുക്ക് വെറുതെ താഴത്തേക്ക് ഇറക്കി എഴുതാം. ബാക്കി വരുമ്പോൾ വാല്യൂസ് ഉണ്ട്. ഏതാ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഇനീഷ്യൽ കണ്ടീഷൻസ് എന്തായിരുന്നു, എല്ലാറ്റിൻ്റെ വാല്യൂ 1 ആണ്. സോ മൈനസ് എസ് അല്ലേ മൈനസ് 1 മൈനസ് 3 എന്ന് വരും ഈക്വൽ ടു 1. അപ്പോൾ ഈ ഒരു സാധനത്തിനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ വരും വൈ ഓഫ് എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 ഈക്വൽ ടു 1. ഇവിടെ ശരിക്കും പറഞ്ഞാൽ മൈനസ് എസ് മൈനസ് 4 ആണ്. അപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് എസ് പ്ലസ് 4 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മളോട് സെപ്പറേറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നേരെ എഴുതി വന്നു എക്സ് ഓഫ് ഈ ഒരു സാധനം നമ്മളുടെ എന്തിൻ്റെയാണ് ഇൻപുട്ടിൻ്റെയാണ് എക്സിൻ്റെയാണ് ഈ ഒരു 1 എന്ന് പറയുന്നത് അല്ലേ. ഈ 1 നമ്മളുടെ ഇതിൻ്റെ പോർഷനാണ് എക്സിൻ്റെ പോർഷനാണ് ഇൻപുട്ടിൻ്റെ പോർഷനാണ്. ഇത് നമ്മളുടെ അപ്പുറത്തുനിന്ന് വന്ന ഇനീഷ്യൽ കണ്ടീഷൻസിൻ്റെ പോർഷനാണ്. അപ്പോൾ അത് ഒറ്റയടിക്ക് വെറും റെസ്പോൺസ് മാത്രം പറഞ്ഞു നേരെ എനിക്ക് ഇവിടുന്ന് S+5 എന്ന് എഴുതിയിട്ട് ചെയ്തു പോകാം. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മളോട് നാച്ചുറൽ റെസ്പോൺസും പോസ്റ്റ് റെസ്പോൺസും കാണാൻ പറഞ്ഞെങ്കിൽ അങ്ങനെ ചെയ്യില്ല. അതിന് പകരം സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുക. അതായത് ഇവിടുന്ന് ഞാൻ എഴുതേണ്ടത് ശരിക്കും എനിക്ക് വൈ ഓഫ് എസ് ആണ് എഴുതേണ്ടത്. ആ വൈ ഓഫ് എസ് വെറും റെസ്പോൺസ് പറഞ്ഞിട്ടുള്ളെങ്കിൽ റൈറ്റ് സൈഡ് ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് S+5 ഡിവൈഡ് ബൈ ഇതെന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ നമ്മളോട് സെപ്പറേറ്റ് കാണാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാനന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നത് മാത്രം. സോ 1/s² പ്ലസ് 3s പ്ലസ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമും പ്ലസ് അടുത്തതിന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതി S+4 ഡിവൈഡ് ബൈ വീണ്ടും s² പ്ലസ് 3s പ്ലസ് 2 അല്ലേ. അപ്പം അല്ലാത്ത കേസിലാണെങ്കിൽ നേരെ S+5 വെറും റെസ്പോൺസ് ആണെങ്കിൽ S+5 ഇതെന്ന് ഒറ്റയ്ക്ക് എഴുതിയാൽ മതി. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് എടുത്ത് എഴുതുന്നത്. അപ്പോൾ ഇതിലെ ഈ ഒരു പോർഷൻ ഇത് നമ്മളുടെ എക്സ് ഓഫ് ടി വെച്ചിട്ടുള്ള പോർഷനാണ്. ഇത് നമ്മളുടെ ഏതാ വൈ ഓഫ് 0 ആ സാധനങ്ങളുണ്ട് അല്ലേ, ഡെറിവേറ്റീവും ഇനീഷ്യൽ കണ്ടീഷൻസ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഈ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ റെസ്പോൺസ് സാധനം കൊണ്ട് മാറിപ്പോയി. ഇത് നമ്മളുടെ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻപുട്ടിൻ്റെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളുടെ ഫോഴ്സ്ഡ് റെസ്പോൺസ് കിട്ടും. അതേപോലെ ഇത് വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻസ് നമ്മളുടെ നാച്ചുറൽ റെസ്പോൺസും കിട്ടും. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയി ചെയ്താൽ അല്ല ഒറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റെസ്പോൺസും ഡയറക്റ്റ് ചെയ്യാവുന്നതായിരുന്നു. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ ഓരോന്നിനെയും എന്താക്കുക പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ എയിം.
സോ y of s ഈക്വൽ ടു എന്ത് വരും? ഇതിനെ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതേണ്ടി വരും. എ ബൈ ഇതിൻ്റെ റൂട്ട്സ് നേരത്തെ നമ്മൾ എഴുതിയിട്ടുള്ളതാണ് 1ഉം 2ഉം s+1 s+2 ആണ്. അപ്പോൾ അതായത് ഇത് ഈക്വൽ ടു ശരിക്ക് 1 ഡിവൈഡഡ് ബൈ s+1 ഇൻറ്റു s+2 പ്ലസ് s+4 ഡിവൈഡഡ് ബൈ s+1 ഇൻറ്റു s+2 ആണ്. ഓക്കെ, ഇപ്പോൾ ഇതിനെ എഴുതുമ്പോൾ എ ബൈ s+1 ഇൻ 1 പ്ലസ് ബി ബൈ s+2. ഇതൊരു പോർഷനാണ്, സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിൻ്റെ കാണേണ്ടത്, പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കേണ്ടത്. പ്ലസ് അടുത്തത് അതേപോലെ വേണമെങ്കിൽ അതിന് സി ഡി എന്ന് കൊടുക്കാം. സി ബൈ വീണ്ടും ഒരു s+1 പ്ലസ് ഡി ബൈ s+2. ഇപ്പോൾ ഇവരെ രണ്ടുപേരും സെപ്പറേറ്റഡ് ഗ്രൂപ്പുകളായിട്ടാണ് കാണേണ്ടത്. ഇതിൻ്റെ അതെ ഇതിൻ്റെയും വേറെ ആയിട്ട് കാണണം. അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്യുന്നു ഇവിടെ എഴുതുന്നൊന്നുമില്ല, ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യം. ഡയറക്റ്റ് എഴുതുന്നു ഞാൻ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് എഴുതി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്താണ് ഇതിൻ്റെ 1 ബൈ s+1 മൈനസ് 1 ബൈ s+2 നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടാകുന്ന. ഈ കേസിൽ കാണാൻ വേണ്ടിയിട്ട് s+1 അടച്ചു പിടിക്കുക, ഇതിൽ s+1 അടച്ചു പിടിക്കുക, എസ്സിന് എന്തിട്ട് കൊടുക്കുക? -1 ഇട്ട് കൊടുക്കുക. അപ്പോൾ -1 പ്ലസ് 3 ഡിവൈഡ് ബൈ -1 പ്ലസ് 2 വരും. എന്ത് വരും? നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. അപ്പോൾ പ്ലസ് 3 ബൈ s+1 വരും. മറ്റേത് ചെയ്ത് കഴിഞ്ഞാൽ -2 കിട്ടുക, -2 ബൈ s+2 വരും. ഇനി ഇവിടെ നമ്മൾ എന്തെടുക്കുക? ഇൻവേഴ്സ് എടുക്കുക. ഓക്കെ, സോ ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം y of t is equal to e raised to minus t minus e raised to minus 2t plus 3 e raised to minus t minus 2 e raised to minus 2t. ഇതെല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കും. അപ്പോൾ ഇതിലെ ഈ ആദ്യത്തെ ഒരു പോർഷൻ, രണ്ടാമത്തെ ഒരു പോർഷൻ, ഈ ആദ്യത്തെ പോർഷനാണ്, അതായത് ഇ റേസ് ടു മൈനസ് ടി മൈനസ് ഇ റേസ് ടു മൈനസ് 2t എന്ന് പറയുന്ന പോർഷനാണ് നമ്മുടെ ഇത് റെസ്പോൺസ്, ഫോഴ്സ്ഡ് റെസ്പോൺസ്. കാരണം അത് എക്സ് ഓഫ് ടി കാരണമുള്ളതാണ്. ഇതാണ് നമ്മുടെ ഫോഴ്സ് റെസ്പോൺസ്. ഇത് നമ്മളുടെ നാച്ചുറൽ റെസ്പോൺസ്, ഇൻപുട്ട് ഉള്ളത് കാരണം. ഓക്കെ, റെസ്പോൺസ്. അപ്പോൾ ഇത് ആണ് കിട്ടിയതെങ്കിൽ നമ്മുടെ ടോട്ടൽ റെസ്പോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ y of t ഈക്വൽ ടു സിമിലർ സാധനങ്ങളായിട്ട് കമ്പൈൻ ചെയ്യാം. ഈക്വൽ ടു എന്ത് വരും? 4 e raised to minus t വരും. e raised to minus t, e raised to minus 4 e raised to minus t minus 3 e raised to minus 2t. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ, ഫൈനൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dq by of t by dt is cube plus 7d square y of t by dt square plus 16 dy of t by dt plus 12 y of t plus equal to x of t. ഇതാണ് ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേണമെങ്കിൽ ചോദിക്കാം, സോൾവ് ദ ഇക്വേഷൻ ഫോർ എക്സ് ഓഫ് ടി ഈക്വൽ ടു del ഓഫ് ടി, അല്ലെങ്കിൽ ഫൈൻഡ് ദ റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം ഇഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു del ഓഫ് ടി. ഇവിടെ ഇനീഷ്യൽ കണ്ടീഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇനീഷ്യൽ കണ്ടീഷൻസ് 0 ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു കാര്യം. പിന്നെ ഇവിടെ നാച്ചുറും കോഴ്സും സെപ്പറേറ്റ് കാണാൻ പറഞ്ഞിട്ടില്ല, അപ്പോൾ ഒറ്റയടിക്ക് ചെയ്യാം. പിന്നെ ഇവിടുത്തെ കേസിൽ എന്തായാലും നാച്ചുറും ഫോഴ്സ് ഉണ്ടാവില്ല, ആകെ ഫോഴ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്കറിയാം, കാരണം ഇനീഷ്യൽ കണ്ടീഷൻസ് ഇല്ല. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്ത പോലെ ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം ബോത്ത് സൈഡ്സ്. ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ ചെയ്തതിൽ നിന്ന് വെച്ച് വരുമ്പോൾ ക്യൂബ് വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എന്താ ഇനീഷ്യൽ കണ്ടീഷൻസ് 0 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ഓക്കെ, ഒരു സെക്കൻഡ്, ഈക്വേഷൻ കൂടി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? എസ് ക്യൂബ് വരും അല്ലേ? എസ് ക്യൂബ് വൈ ഓഫ് എസ് പ്ലസ് 7 എസ് സ്ക്വയർ വൈ ഓഫ് എസ് പ്ലസ് 16s വൈ ഓഫ് എസ്. ഇനി വീണ്ടും പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറഞ്ഞു പോകുന്നത്. പ്ലസ് 12 വൈ ഓഫ് എസ് ഈക്വൽ ടു, ഇവിടുത്തെ കേസിൽ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് ഓഫ് ടി ഇമ്പൾസ് റെസ്പോൺസ് ആണ് പറഞ്ഞിട്ടുള്ളത്. എക്സ് ഓഫ് ടി ഈക്വൽ ടു എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? del ഓഫ് ടി ആണ് തന്നിട്ടുള്ളത്. സോ എക്സ് ഓഫ് എസ് ഈക്വൽ ടു 1 ആണ് വരാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് തിങ് ഈക്വൽ ടു 1 ഓർ y ഓഫ് എസ് ഇൻറ്റു ബാക്കിയെല്ലാം വരും ഈക്വൽ ടു 1, അല്ലെങ്കിൽ y ഓഫ് എസ് ഈക്വൽ ടു 1 ബൈ എന്താണ് ഇവിടെ എടുക്കുന്നത് എന്നുള്ളത്? 1 ബൈ എന്തെന്ന് വരും? എസ് ക്യൂബ് പ്ലസ് 7 എസ് സ്ക്വയർ പ്ലസ് 16s പ്ലസ് 12 എന്ന് വരും. ഇതാണ് നമുക്ക് വരിക. അപ്പോൾ ഇതിൻ്റെ റൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നത് 1 ഡിവൈഡഡ് ബൈ
എസ് പ്ലസ് 3 ഇൻറ്റു എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ 3 വരും. ഒന്ന് എ ബൈ എസ് പ്ലസ് 3 പ്ലസ് ബി ബൈ എസ് പ്ലസ് 2 പ്ലസ് സി ബൈ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ. നമുക്കറിയാം ഇവിടെ എ കാണാനും സി കാണാനും ഡയറക്റ്റ് ആണ്. ബി കാണുന്ന സമയത്ത് എസ് പ്ലസ് 2 ഹോൾ സ്ക്വയറിനിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് വേണ്ടി വരും ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് എയും ബിയും സിയും കാണുന്നതാണ്. സോ എ ഈക്വൽ ടു എന്ത് വരും? എസ് പ്ലസ് 3 ഒഴിവാക്കുക, എസിന് -3 ഇട്ട് കൊടുക്കുക. സോ 1 ഡിവൈഡഡ് ബൈ -3 പ്ലസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് വരും. സി ഡയറക്റ്റ് ഇട്ടും ഇതിനെ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയറിന് ഒഴിവാക്കുക, എസിന് -2 ഇട്ട് കൊടുക്കുക, ഈക്വൽ ടു -2 പ്ലസ് 3 ഈക്വൽ ടു അതും എന്ത് തന്നെ വരും? 1 തന്നെ വരും. ബി കാണുന്ന സമയത്താണ് അതിനെ ഒഴിവാക്കി അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഡി ബൈ ഡി എസ് ഓഫ് ബാക്കി അവിടെ നിൽക്കുന്നത് എന്താ? 1 ബൈ എസ് പ്ലസ് 3. അവിടെയാണ് നമ്മൾ എന്തിട്ട് കൊടുക്കുന്നത്? എസിന് -2 ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ -1 ബൈ എസ് പ്ലസ് 3 സ്ക്വയറിന് കിട്ടും. -1 ബൈ എസ് പ്ലസ് 3 സ്ക്വയർ, അതിൽ എസിന് നമ്മൾ എന്നിട്ട് കൊടുക്കുക -2 എന്നിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ബി ഈക്വൽ ടു -1 വരും. അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് ആയി 1 ബൈ എസ് പ്ലസ് 3 മൈനസ് 1 ബൈ എസ് പ്ലസ് 2 പ്ലസ് 1 ബൈ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് y of t ആണ്. സോ ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം വിൽ ഗെറ്റ് y of t as e raised to -3t minus e raised to -2t minus മൈനസ് അല്ല ഇവിടെ പ്ലസ് എന്തായാലും എന്താ വരിക? e raised to -2t ആണ് വരിക എന്നുള്ളത് നമുക്കറിയാം. സ്ക്വയർ ഉണ്ട്, അപ്പോൾ എന്തിനും മൾട്ടിപ്ലൈ ചെയ്യണം ടി. ആ റിലേഷൻ ഓർമ്മ വേണം. 1 ബൈ എസ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഇ റേസ്റ്റ് എന്താ 1 ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടി ഇ റേസ്റ്റ് -80 എന്നുള്ള ഓർമ്മ വേണം സ്ക്വയർ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്നത്. Next question, find the response of the system described by d square y of t by dt square equal to 3 dy of t by dt plus 2y of t equal to x of t. If initial conditions are 0 and x of t equal to del of t, then b dy y of 0 equal to dy of 0 by dt equal to 1 and x of t equal to del of t. ഇപ്പോൾ രണ്ടായാലും ഇമ്പൾസ് റെസ്പോൺസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വിത്തൗട്ട് ഇനീഷ്യൽ കണ്ടീഷനും പിന്നെ ഒന്ന് വിത്ത് ഇനീഷ്യൽ കണ്ടീഷനും. ഈ ക്വസ്റ്റ്യൻ വേറെ തരത്തിൽ ചോദിക്കാം. ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഇഫ് ദ സിസ്റ്റം ഓഫ് ദ സിസ്റ്റം ഡിസ്ക്രൈബ് ബൈ ദ ഇക്വേഷൻ ഗിവൺ. ഈ രണ്ട് സെപ്പറേറ്റ് കണ്ടീഷൻസിന് അനുസരിച്ച് നമ്മളോട് ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നേരത്തെ ചെയ്താർന്ന പോലെ തന്നെ ചെയ്യേണ്ടത് നാച്ചുറലും ഫോഴ്സ്ഡും വേറെ വേറെ കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേറെ വേറെ ചെയ്യാമെന്ന് മാത്രം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഒറ്റയടിക്ക് നമുക്ക് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നാച്ചുറൽ ഇതൊന്നും സെപ്പറേറ്റ് കാണാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നേരെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ കേസ് നമ്മളുടെ വിത്തൗട്ട് ഇനീഷ്യൽ കണ്ടീഷൻ എടുത്ത് നോക്കാം. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അത് ഡയറക്റ്റ് എഴുതാണ്. ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ളത് അവിടെ എഴുതുന്നില്ല. സോ എന്ത് വരും? എ സ്ക്വയർ വൈ ഓഫ് എസ് പ്ലസ് 3 വൈ ഓഫ് എസ് പ്ലസ് 2 വൈ ഓഫ് എസ് ഈക്വൽ ടു എക്സ് ഓഫ് എസ്. എക്സ് ഓഫ് എസ് എന്താണെന്ന് അറിയാം, നമുക്ക് 1 ആണെന്ന് അറിയാം. സോ വൈ ഓഫ് എസ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഇവിടെ ഒരു എസ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ, 3s പ്ലസ് 2. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നേരത്തെ സംഭവം തന്നെ 1 ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2. ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി എഴുതുകയാണെങ്കിൽ എ ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി ബൈ എസ് പ്ലസ് 2 വരും. എയും ബിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 1ഉം -1 ആണ്. സോ 1 ബൈ എസ് പ്ലസ് 1 മൈനസ് 1 ബൈ എസ് പ്ലസ് 2. അത് ഞാനിവിടെ എഴുതിയിട്ടില്ല കേട്ടോ, നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്താൽ മതി. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? y ഓഫ് ടി കിട്ടും. ഇ റേസ് ടു -t മൈനസ് ഇ റേസ് ടു -2t. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ രണ്ടാമത്തത് വരുമ്പോൾ നമുക്ക് എന്താ ഇനീഷ്യൽ കണ്ടീഷൻസും കൂടി എടുത്തിട്ട് വേണം ചെയ്യാൻ എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. സോ ബിയിൽ വരുമ്പോൾ നമുക്ക് എന്ത് എഴുതേണ്ടി വരും? വെറുതെ എങ്ങനെ കയറി എഴുതാൻ പറ്റില്ല, അതിൻ്റെയൊക്കെ ഇനീഷ്യൽ കണ്ടീഷൻ കൂടി എഴുതേണ്ടി വരും. അപ്പോൾ എസ് സ്ക്വയർ വൈ ഓഫ് എസ് മൈനസ് എസ് വൈ 0 മൈനസ്
മൈനസ് ഡി വൈ സീറോ മൈനസ് ബൈ ഡി ടി. ഇത് ആദ്യത്തെ പ്ലസ് അടുത്തത് ഒരു 3 ഇൻറ്റു ബ്രാക്കറ്റിൽ വേണം എഴുതാൻ എസ് വൈ ഓഫ് എസ് മൈനസ് വൈ സീറോ മൈനസ് പ്ലസ് 2y ഓഫ് എസ് ഈക്വൽ ടു എക്സ് ഓഫ് എസ്. നമുക്കറിയാം വാല്യൂ 1 ആണ്. ഞാൻ സെപ്പറേറ്റ് ഇനി ഇതിൽ നമ്മൾ വൈ ഓഫ് എസിൻ്റെ നമ്മൾ ഒരുമിച്ചെടുത്ത വൈ ഓഫ് എസ് ഇൻറ്റു എന്ത് വരും എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 വരും. ബാക്കി ഇതിൻ്റെ ഒക്കെ വാല്യൂസ് എന്താണ് 1 ആണ്. അപ്പോൾ ഞാൻ നേരെ കൊടുക്കുകയാണെങ്കിൽ ബാക്കി ഇവിടെ ഒരു എസ് മൈനസ് എസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 1 ഉണ്ട്, ഇവിടെ മൈനസ് 3 ഉണ്ട്, ഈക്വൽ ടു 1 എന്ന് വരും. അല്ലെങ്കിൽ ഇതിനെ വൈ ഓഫ് എസ് ഈക്വൽ ടു എന്തെന്ന് വരും, ഇത് അപ്പുറത്തേക്ക് കൊണ്ടു കഴിഞ്ഞാൽ പ്ലസ് എസ് പ്ലസ് 4 വരും. ഇപ്പോൾ 4 1 5 ആവും. സെപ്പറേറ്റ് ചെയ്യാം, നമുക്ക് നാച്ചുറൽ മറ്റൊന്നും സെപ്പറേറ്റ് വേണമെങ്കിൽ. എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഒറ്റ ഇതിൽ എഴുതുന്നു. എന്ന് എഴുതും എസ് പ്ലസ് 5 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 ഈക്വൽ ടു എന്താ എസ് പ്ലസ് 5 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 ഈക്വൽ ടു എ ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി ബൈ എസ് പ്ലസ് 2. അപ്പോൾ ഇതിൽ നമുക്ക് എയും വേണം ബിയും വേണം. സോ എ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ അടച്ചു പിടിക്കുക, എസ് പ്ലസ് 1 അടച്ചു പിടിക്കുക, എസിന് മൈനസ് 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ മൈനസ് 1 പ്ലസ് 5 ഡിവൈഡഡ് ബൈ മൈനസ് 1 പ്ലസ് 2 വരും, ഈക്വൽ ടു എന്ത് വരും 4. ബി കിട്ടാൻ വേണ്ടിയിട്ട് എസ് പ്ലസ് 2 അടച്ചു പിടിക്കുക, എസിന് മൈനസ് 2 ഇട്ട് കൊടുക്കുക. സോ മൈനസ് 2 പ്ലസ് 5 ഡിവൈഡഡ് ബൈ മൈനസ് 2 പ്ലസ് 1 വരും, ഈക്വൽ ടു എന്താ മൈനസ് 3 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് വരിക. സോ 4 ബൈ എസ് പ്ലസ് 1 മൈനസ് 3 ബൈ എസ് പ്ലസ് 2 എന്ന് വരും. y ഓഫ് എസ് ഈക്വൽ ടു 4 ബൈ എസ് പ്ലസ് 1 മൈനസ് 3 ബൈ എസ് പ്ലസ് 2. അപ്പോൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ വിൽ ഒബ്റ്റെയിൻ y ഓഫ് ടി ആസ് 4 e raised to മൈനസ് ടി മൈനസ് 3 e raised to മൈനസ് 2t. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. ഞാൻ ഒറ്റയടിക്ക് റെസ്പോൺസ് എന്നുള്ള രീതിയിലാണ് കണ്ടിട്ടുണ്ടാകുന്നുള്ളൂ, സെപ്പറേറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇതാണ് നോർമലി ഇതിൽ വരുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൽ വേറെ കേസുകൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ് ചോദിക്കാം. ഫൈൻഡ് ദ യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ്. സോ യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താ, ഇൻപുട്ട് യൂണിറ്റ് സ്റ്റെപ്പാണ്. അതായത് എക്സ് ഓഫ് ടി ഈക്വൽ ടു യു ഓഫ് ടി ആണ് എന്നുള്ള അർത്ഥം. അപ്പോൾ ഈ ഒരു കേസിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, എക്സ് ഓഫ് എസ് എന്ന് പറയുന്നത് 1 അല്ല, പകരം എന്ത് എടുക്കേണ്ടി വരും 1 ബൈ എസ് എടുക്കേണ്ടി വരും. ഇനി വെച്ചാൽ വേറെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമ്മളോട് ചോദിക്കുക, റെസ്പോൺസ് വെൻ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 2t. ഇതാണ് തന്നിട്ടുണ്ട് വിചാരിക്കുക. അപ്പോൾ ഈ കേസിൽ നമ്മൾ എക്സ് ഓഫ് എസ് എന്ന് എഴുതുമ്പോൾ എക്സ് ഓഫ് എസ് കണ്ടുപിടിക്കണം. എക്സ് ഓഫ് എസ് ഈക്വൽ ടു 1 ബൈ എസ് പ്ലസ് 2 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണ്ടി വരും അവിടെ എല്ലാം ചെയ്യാൻ. അപ്പോൾ എന്താണോ എക്സ് തന്നിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മളത് കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യേണ്ടി വരിക എന്ന് മാത്രം. അപ്പോൾ നേരത്തെ എല്ലാ കേസിലും നമ്മൾ യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ആയിരുന്നു, അതുകൊണ്ട് എല്ലാം എക്സ് ഓഫ് എസ് 1 എടുക്കാം. അപ്പോൾ യു ഓഫ് ടി ഉണ്ടെങ്കിൽ 1 ബൈ എസ് എടുക്കണം. ഇ റേസ് ടു മൈനസ് 2t ഒക്കെ വരും, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഇ റേസ് ടു മൈനസ് 8t എന്നുള്ള ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതേണ്ടി വരും 1 ബൈ എസ് പ്ലസ് എവിടെ ചെയ്തിട്ട് വേണം പാർഷ്യൽ ഫ്രാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഇത്രയാണ് ഇതിൽ വരുന്നത് സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ.